ഒരു ഒത്തുചേരലിലോ ഒരു മീറ്റിങ്ങിലോ ഒക്കെ കഥ പറയണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും നമുക്ക് വാക്കുകളൊക്കെ സ്റ്റക്കായി പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അതിൻ്റെ റീസൺ നമ്മൾക്ക് കഥ പറയാനുള്ള മുന്നൊരുക്കം നമ്മുടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് കഥകൾ പറയാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തേത് ഒരു സ്റ്റോറി ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥകളുണ്ടാവും. ആ കഥകൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഓർമ്മ വരുമ്പോഴത്തേക്കും ആ സ്റ്റോറി ബാങ്കിലേക്ക്, അത് നമ്മുടെ നോട്ട് പാഡിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിലോ ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചേക്കുക ആ സ്റ്റോറീസ്, ആ ഇൻസിഡൻസ് എന്താണുള്ളത്. രണ്ടാമത്തേത് സ്റ്റോറി ഫ്രെയിംവർക്ക്സ്. ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോകളിൽ എളുപ്പത്തിൽ കഥകൾ ഉണ്ടാക്കാനുള്ള സ്റ്റോറി ഫ്രെയിംവർക്കുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഫ്രെയിംവർക്കിലേക്ക് നമ്മുടെ ഈ ഇൻസിഡൻ്റ് എടുത്ത് ഇട്ടാൽ മാത്രം മതി ഒരു മികച്ച സ്റ്റോറി വേണ്ടേ വരും. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ സ്റ്റോറി ഫ്രെയിംവർക്കുകൾ യൂസ് ചെയ്യാം. മൂന്നാമത്തേത്, നമ്മളെ ഗ്രോത്തിന് നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം അവരോട് കാര്യങ്ങൾ പറഞ്ഞ്, കഥകൾ പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ മക്കളോടൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകൾ പറയാം. അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ കഥകൾ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ സ്റ്റോറി മസിൽ അതങ്ങോട്ട് സ്ട്രെങ്തൻ ആവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കഥകൾ പറയാൻ പറ്റും.